ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക്. ഞാൻ രാഹുൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിൽ നല്ല പക്ക ക്വാളിറ്റി തന്നെ ഫോളോവേഴ്സ് കൂട്ടാൻ സാധിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഗൈസ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെബ്സൈറ്റ് ആയിക്കോട്ടെ 100% വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഫേവറാക്കാൻ മച്ചാന്മാരെ. അപ്പോൾ ഗൈസ്, ഓരോന്ന് പറഞ്ഞ സമയം കളയാത്തുന്ന ഈ ഒരു ട്രിക്ക് ചെയ്ത് ഫോളോവേഴ്സ് ഇങ്ങനെ വളരെ ഈസി ആയി തന്നെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്ത് പ്രൂഫ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ കയറാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് ചോദിക്കുമ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്ത് തന്നെ വെബ്സൈറ്റ് കയറി വരിക. ഈ ഒരു വെബ്സൈറ്റ് കയറി വന്ന ശേഷം ഇവിടെ കാണുന്ന ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഗ്രീൻ കളർ ഓപ്ഷന്റെ മേലെ കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാൻ വെച്ചാൽ കുറച്ചൊന്ന് ലോഡായിട്ട് ഇതുപോലെ ഒരു ഇന്റർഫേസ് കൂടി വരും. ഈ ഒരു പേജ് വന്നല്ലോ, ഈ പേജ് വന്നിട്ട് വേറെ ലാംഗ്വേജ് എന്തായാലും കാണിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ടോപ്പ് റൈറ്റിലുള്ള ആ ഒരു 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്തോട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ മുഴുവൻ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമല്ലോ. ഇനി ഇവിടെ എന്താ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു പേജിലായിട്ട് യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പാസ്വേഡും ചോദിക്കുന്നുണ്ട്. എന്ത് യൂസർ നെയിം പാസ്വേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ റിയൽ അക്കൗണ്ട് എന്ന് വെച്ച് ഒരിക്കലും ഏതൊരു വെബ്സൈറ്റിലായിക്കോട്ടെ ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ റിയൽ അക്കൗണ്ടിന്റെ യൂസർ നെയിം കൊടുത്തോളൂ, പാസ്വേഡ് എവിടെയും കൊടുക്കരുത് ഗൈസ്. ഓക്കെ, നമ്മൾ ഏത് വീഡിയോയിലും റിയൽ അക്കൗണ്ട് വെച്ച് പോയി ലോഗിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല ഗൈസ്, ഇനി പറയൂല. അപ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റിലായിക്കോട്ടെ ലോഗിൻ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ മുമ്പ് ഒരു ഫേക്ക് അക്കൗണ്ട് മേക്ക് ചെയ്തു ഗൈസ്. ആ ഒരു ഫേക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത ശേഷം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് അൺലിമിറ്റഡ് ആയി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ആ വീഡിയോ കണ്ട ശേഷം ഫേക്ക് അക്കൗണ്ട് മേക്ക് ചെയ്യുന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക വെബ്സൈറ്റിൽ. എന്നിട്ട് ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വളരെ ഈസി ആയി തന്നെ ലോഗിൻ ചെയ്ത് കയറി വരാൻ സാധിക്കും ഗൈസ്. ലോഗിൻ കൂടി ചെയ്തു വന്ന ശേഷം ഇനി ഇവിടെ കാണാൻ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 200 ക്രെഡിറ്റ്സ് ഉണ്ട്, 25 കമന്റ് ഉണ്ട്, 100 വീഡിയോ വ്യൂസ് ഉണ്ട്, സ്റ്റോറി വ്യൂസ് ഉണ്ട്, ഇവിടെ സേവ് ഉണ്ട്, 250 റീൽസിന് വ്യൂസ് ഉണ്ട്. എന്റെ മോനെ വിഷയം ഗൈസ്. ഓക്കെ, അപ്പോൾ 200 ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ഫോളോവേഴ്സ് കയറി വരുമെന്ന് ലൈവായിട്ട് പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് ഫേക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് ഈ ഒരു പേജിലോട്ട് വന്നല്ലോ. പേജ് വന്ന ശേഷം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത 200 എന്ന ഓപ്ഷന്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 200 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് ലോഡായിട്ട് ഇതുപോലെ ഒരു പേജ് കൂടെ വരും ഗൈസ്. ഓക്കെ, ഈ ഒരു പേജ് വന്നിട്ട് പേജ് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത സ്പേസ്. ആ സ്പേസിലായിട്ട് നിങ്ങളുടെ ഏത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണോ ഫോളോവേഴ്സ് കൂട്ടേണ്ടത് ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ യൂസർ നെയിം മാത്രം കൊടുത്തോളൂ. അതായത് നിങ്ങളുടെ റിയൽ അക്കൗണ്ടിലേക്ക് ആയിരിക്കുമല്ലോ ഗൈസ് ഫോളോവേഴ്സ് കൂട്ടേണ്ടത്, ആ ഒരു അക്കൗണ്ടിന്റെ യൂസർ നെയിം കൊടുത്തോളൂ. നിങ്ങളുടെ റിയൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഇവിടെ എവിടെയും ചോദിക്കുന്നില്ല, അതുകൊണ്ട് കൊടുക്കണമില്ല ഗൈസ്. ശേഷം താഴെ കാണുന്ന ഫൈൻഡ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷന്റെ മേലെ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് യൂസർ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജ് വരും ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് ലോഡായ ശേഷം അടുത്തൊരു പേജിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാനുണ്ട് ഗൈസ്. ഈ ഒരു പേജ് വന്നല്ലോ, പേജ് വന്നിട്ട് പേജ് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ വന്ന ശേഷം പേജ് മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ മനുഷ്യന്മാര് ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയി വന്നു ഗൈസ്. അതായത് ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ മല്ലു ഗ്രൂ എന്ന് പറയുന്ന അക്കൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്തല്ലോ ഗൈസ്. ആ ഒരു അക്കൗണ്ടിലിട്ട പ്രൊഫൈൽ ഫോട്ടോ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയി വന്നത് ഗൈസ്. ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടും ഓപ്പൺ ആയി വരും ഗൈസ്. നിങ്ങളുടെ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ഫോട്ടോ വരും ഗൈസ്. ഓക്കെ, ഫോട്ടോ കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ ആണ് ഗൈസ് എന്റെ അക്കൗണ്ടിന്റെ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ ഫോട്ടോ വരും. കൺഫേം ചെയ്യുക. ശേഷം നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്ന ഭാഗത്തായിട്ട് വെറും 15 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 15ന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ശേഷം 15ന്റെ ഭാഗത്തായിട്ട് 200 ഗൈസ്. ഓക്കെ, 200 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 200 ക്രെഡിറ്റ്സ് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. ശേഷം താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോളോവേഴ്സ് ഇവിടെ കയറാൻ തുടങ്ങും ഗൈസ്. ഇവിടെ കാണാൻ വെച്ചാൽ സ്റ്റാർട്ട് കൊടുത്ത ശേഷം സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവൻ ഫോളോവേഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ കയറി വരും ഗൈസ്. നമ്മളിവിടെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫോളോവേഴ്സ് എല്ലാം അയച്ചു കൊടുത്ത് കഴിഞ്ഞു ഗൈസ്. ഈ ഒരു ട്രിക്ക് ഓരോ മണിക്കൂർ കൂടുന്തോറും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കൽ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കുക, ഫേക്ക് അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യുക. ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ലോഗ് ഔട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം ഗൈസ്. ഈ ഒരു ടൈമർ ഇല്ലേ, ഈ ടൈമർ കുറഞ്ഞ ഡിഗ്രീസ് ആയിട്ട് ഇവിടെ 0 സെക്കൻഡ്സ് ആവും ഗൈസ്. അതുപോലെ തന്നെ 0 സെക്കൻഡ് ആയ ശേഷം ഇവിടെ കംപ്ലീറ്റഡ് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. കംപ്ലീറ്റഡ് ആയ ശേഷം ഇവിടെ കാണുന്ന ടോപ്പിലായിട്ട് കാണാൻ വെച്ചാൽ ഒരു ഡൗൺ ഐക്കൺ പോലെ അതിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലോഗ് ഔട്ട് ആയി പോകും ഗൈസ്. ഓക്കെ, ലോഗ് ഔട്ട് ആയ ശേഷം വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ വെബ്സൈറ്റിൽ വരിക, അതേ ഫേക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് ഇല്ലേ, 200 ക്രെഡിറ്റ് ഉണ്ടല്ലോ ഫോളോവേഴ്സിന്റെ, ആ ക്രെഡിറ്റ് ഒന്നുകൂടി റിന്യൂ ആയിട്ടുണ്ടാവും 1 മണിക്കൂർ കഴിയുമ്പോൾ. വീണ്ടും ആ ഒരു ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സെയിം അക്കൗണ്ടിലേക്ക് പിന്നെയും ഇതേപോലെ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കാൻ സാധിക്കും ഗൈസ്. ഓക്കെ, പിന്നെ ഫോളോവേഴ്സ് അയച്ചു കൊടുക്കുക, ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സബ്മിഷൻ കംപ്ലീറ്റഡ് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നു, അതായത് മുഴുവൻ ഫോളോവേഴ്സും കയറി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഫേക്ക് അക്കൗണ്ട് നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്ത ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക, ഫോളോവേഴ്സ് അയച്ചു കൊടുക്കുക ഗൈസ്. അത്രേ ഉള്ളൂ.